ഹലോ. ഇപ്പോൾ ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന റോസിൻ്റെ ഒരു സ്ലിംഗ് ബാഗ് നമുക്ക് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ആദ്യം ഒരു മാജിക് റിങ് ചെയ്ത് കൊടുക്കുക. മാജിക് റിങ് ചെയ്തതിന് ശേഷം ചെയിൻ 3 ആഡ് ചെയ്ത് കൊടുത്ത് 12 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കണേ. ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കണേ. 12 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ചെയിൻ 3 ചെയ്തില്ലേ, ആ സ്റ്റിച്ചിലല്ല അതിനപ്പുറത്തുള്ള, അതായത് ആദ്യത്തെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചിൽ നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് ആ റൗണ്ട് ഫിനിഷ് ചെയ്യണം കേട്ടോ. അടുത്ത റൗണ്ടിലോട്ട് പോകാനായിട്ട് വീണ്ടും ചെയിൻ 3 ചെയ്ത് കൊടുക്കുക. ഇവിടെ തൊട്ട് നമ്മൾ ബാക്ക് ലൂപ്പിലാണ് വർക്ക് ചെയ്യുന്നത്, അതായത് ചെയിനിൻ്റെ ബാക്കിലത്തെ സ്റ്റിച്ചിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ നമ്മൾ 12 ഇൻക്രീസിങ് ഡി സി ചെയ്ത് കൊടുക്കുക, അതായത് സെയിം സ്പേസിൽ 2 ഡി സി ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് 12 ഡി സി നേരത്തെ ഉണ്ടായിരുന്നു, അപ്പോൾ 12 ഡി സിയിലും 2 വീതം മൊത്തത്തിൽ 24 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് നമുക്കിവിടെ കിട്ടും കേട്ടോ. കൗണ്ടെല്ലാം കൃത്യമായിരിക്കണം. കൗണ്ട് കൃത്യമായില്ലെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ തെറ്റിപ്പോവുകയെ. നമുക്ക് ആദ്യത്തെ ചെയിനിൽ ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. റൗണ്ട് 2 ഫിനിഷ് ചെയ്തു. റൗണ്ട് 3ക്കായി വീണ്ടും നമ്മൾ ചെയിൻ 3 ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളെല്ലാം ബാക്ക് ലൂപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു ഡി സി ഇൻക്രീസുമാണ്, അതായത് ഒരു സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുന്നു, അടുത്ത ചെയിനിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ഇൻക്രീസ്. അപ്പോൾ 1 2 1 2 എന്നുള്ളൊരു ഫോമാറ്റാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ റൗണ്ടും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആ റൗണ്ട് ഫിനിഷ് ചെയ്തതിന് ശേഷം ഇതുപോലൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും ചെയിൻ 3 ചെയ്യുക. അടുത്ത റൗണ്ടിൽ 2 ഡബിൾ ക്രോഷ്യയും ഒരു ഡബിൾ ക്രോഷ്യ ഇൻക്രീസുമാണ്, അതായത് 2 ചെയിനിൽ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യുക, മൂന്നാമത്തെ ചെയിനിൽ ഒരു ഇൻക്രീസ് ചെയ്യുക, അതായത് 1 1 2. അതാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. 1 1 അടുത്ത ചെയിനിൽ 2 ടുഗദർ ചെയ്യുക. ആ രീതിയിൽ നമ്മൾ ആ റൗണ്ട് ഫുള്ള് ഫിനിഷ് ചെയ്യണം. ഇപ്പം നമ്മൾ റൗണ്ട് 4ലാണ് നിൽക്കുന്നത്. റൗണ്ട് 4 ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുന്നത്. ഈ മോളിൽ നമ്മൾ കൃത്യമായിട്ട് സ്റ്റിച്ചസ് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് തന്നെ ഫോളോ ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ആദ്യത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ. വീണ്ടും ചെയിൻ 3 ചെയ്യുക. R5ലോട്ട് പോവാം. R5ൽ നമ്മൾ 3 ഡി സിയും ഒരു ഇൻക്രീസുമാണ് ചെയ്യുന്നത്, അതായത് ഓരോ ചെയിനിൽ ഓരോ ഡബിൾ ക്രോഷ്യ ആയിട്ട് 3 വട്ടം നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നുണ്ട്. 4ാമത്തെ ചെയിനിൽ നമ്മളൊരു ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 1 1 2 എന്നുള്ള ഫോമാറ്റാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കണേ നിങ്ങളും. അടുത്ത ചെയിൻ തൊട്ട് ഞാൻ സ്പീഡിൽ കാണിക്കുന്ന സെയിം പ്രോസസ്സ് ആയതുകൊണ്ടാണ് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നത്, ഇല്ലെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത് ആവും. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. റൗണ്ട് 5 ഫിനിഷ് ചെയ്തു. നമുക്ക് റൗണ്ട് 6ലോട്ട് പോവാം. റൗണ്ട് 6 4 ഡി സി ഒരു ഡി സി ഇൻക്രീസ് വേണം, അതായത് ആദ്യത്തെ 4 ചെയിനിൽ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. 5ാമത്തെ ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇങ്ങനെയാണ് ത്രൂ ഔട്ട് ആ റൗണ്ട് ഫിനിഷ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ ആ റൗണ്ടും ഫിനിഷ് ചെയ്തു. സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് ആ റൗണ്ട് ഫിനിഷ് ചെയ്യാം. അടുത്ത റൗണ്ടിലോട്ട് പോകാനായിട്ട് വീണ്ടും ചെയിൻ 3 ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ 5 ഡബിൾ ക്രോഷ്യയും ഒരു ഡബിൾ ക്രോഷ്യ ഇൻക്രീസുമാണ്. ഇതിപ്പോൾ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം. ആദ്യത്തെ 5 ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക, 6ാമത്തെ ചെയിനിൽ ഒരു ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്യുക, അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക.
സെയിം പ്രോസസ്സാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇത് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് 7 റൗണ്ടാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ട് വർക്ക് ഫിനിഷ് ചെയ്യാം കേട്ടോ. ചെയിൻ 1 ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ 2 എണ്ണം നമുക്ക് വേണം. ഒരേപോലത്തെ 2 എണ്ണം നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ, ഇതുപോലത്തെ തന്നെ. അപ്പോൾ ഒരെണ്ണം നമുക്ക് ഈ ചെയിൻ 1 ചെയ്തിട്ട് ഞാൻ അവിടെ കട്ട് ചെയ്യാം. അടുത്തതിൻ്റെ അകത്ത് നമുക്ക് ഇതുപോലെ ചെയിൻ 1 ചെയ്തതിന് ശേഷം 60 ഹാഫ് DC ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ മൊത്തത്തിൽ 2 ഇതുപോലത്തെ പാർട്സ് ഉണ്ടാവും, 2 റൗണ്ട്സ് ഉണ്ടാവും. ആ 2 റൗണ്ടിൽ ഒരു റൗണ്ട് നമ്മൾ 7 റൗണ്ട് ചെയ്തതിന് ശേഷം നമുക്ക് യാണ് കട്ട് ചെയ്തിട്ട് വർക്ക് ഫിനിഷ് ചെയ്യാം. രണ്ടാമത് കിട്ടിയതിൽ നമ്മൾ 60 ഹാഫ് DC ഇതുപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ. 60 എണ്ണം ചെയ്താൽ മതി, കൃത്യമായിട്ട് കൗണ്ട് ചെയ്ത് തന്നെ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് കുറച്ചധികം നീളത്തിൽ തന്നെ യാണ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ 2 റൗണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇപ്പോൾ 2 റൗണ്ട് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. 2 റൗണ്ട് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും കേട്ടോ കിട്ടുന്നത്. നമുക്ക് 2 ഇത്രയും വലിപ്പമായിരിക്കും നമ്മുടെ ബാഗിന് ഉണ്ടാവുക. ഞാനപ്പോൾ 2ഉം കുറച്ചും കൂടി വൃത്തിയിൽ കാണിച്ചു തരാവേ. ഇങ്ങനെയാണ് നമുക്ക് 2 പാർട്സ് കിട്ടുക. ഇനി നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലൂപ്പിലാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി പെറ്റൽസ് ചെയ്ത് തുടങ്ങാം. ആദ്യത്തെ പെറ്റൽ ചെയ്യാനായിട്ട് നമുക്കിതുപോലെ യാൺ അറ്റാച്ച് ചെയ്ത് കൊടുത്ത് ചെയിൻ 3 ചെയ്ത് കൊടുക്കാം. ചെയിൻ 3 ചെയ്തതിന് ശേഷം അതേ സ്പേസിൽ തന്നെ ഒരു ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഡബിൾ ക്രോഷേയുടെ ഇൻക്രീസിങ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഇനിയും 2 ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതായത് 2 സെറ്റ് ഓഫ് ഇൻക്രീസിങ് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മൊത്തം 3 ചെയിനിലായിട്ട് നമ്മൾ 6 സ്റ്റിച്ചസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഇൻക്രീസിങ്. അത് ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയിൻ 3 ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെയിൻ 3 ചെയ്തതിന് ശേഷം ഇതുപോലെ വർക്ക് ഫ്ലിപ്പ് ചെയ്യുക. ഫ്ലിപ്പ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഇൻക്രീസിങ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് മൊത്തത്തിൽ 12 ഡബിൾ ക്രോഷേ സ്റ്റിച്ചസ് കിട്ടും. നമുക്ക് നേരത്തെ ചെയ്തപ്പോൾ കിട്ടിയ ആ ഒരു ഡബിൾ ക്രോഷേ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ മുകളിലത്തെ ചെയിനിലാണ് നമ്മളിപ്പോൾ ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഫിനിഷ് ചെയ്ത് വരുമ്പോൾ നമുക്ക് മൊത്തത്തിൽ 12 ഡബിൾ ക്രോഷേ സ്റ്റിച്ചസ് ആയിരിക്കും കിട്ടുന്നത്. ഇത് നമ്മുടെ റോസിൻ്റെ പെറ്റൽസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് 12 എണ്ണം കൗണ്ട് ചെയ്ത് തന്നെ ചെയ്യണേ. ഇപ്പോൾ 12 എണ്ണം ഇപ്പോൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഞാൻ. പന്ത്രണ്ട് സ്റ്റിച്ചസ് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് പെറ്റൽസ് കിട്ടുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3 ചെയിൻ സ്കിപ്പ് ചെയ്യുക. 1 2 3 കണ്ടോ, 1 2 3 സ്കിപ്പ് ചെയ്തിട്ട് 4ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചെയിൻ 1 ചെയ്യുക. ചെയിൻ 1 ചെയ്തതിന് ശേഷം നമുക്ക് റിവേഴ്സ് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് റിവേഴ്സ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതായത് നമുക്ക് മുകളിൽ 12 എണ്ണത്തിൽ കിട്ടിയ ചെയിൻ ഉണ്ടല്ലോ, ആ ചെയിൻ്റെ ഉള്ളിൽ കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഇവിടെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ഈ റൗണ്ട് കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ പയ്യെ ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളേ. ഞാനതാണ് സ്റ്റിച്ച് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് എല്ലാ പെറ്റൽസും ചെയ്തെടുക്കുന്നത്. സെയിം ഫോമാറ്റാണ് എല്ലാ പെറ്റലിനും ഫോളോ ചെയ്യുന്നത്. നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ചെയിനിൻ്റെ അകത്ത് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മൾ ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പെറ്റലിൻ്റെ രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് 3 ചെയിൻ സ്കിപ്പ് ചെയ്ത് 4ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ഈ റൗണ്ടിൽ 3 ചെയിനാണ് സ്കിപ്പ് ചെയ്യുന്നത്. ഓരോ റൗണ്ടിലും സ്കിപ്പ് ചെയ്യുന്ന ചെയിനിൻ്റെ എണ്ണത്തിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ് കേട്ടോ. ചെയ്യുന്ന സ്റ്റിച്ചസും കാര്യങ്ങളെല്ലാം സെയിം ആണ്. സ്കിപ്പ് ചെയ്യുന്ന ചെയിനിൻ്റെ എണ്ണത്തിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇവിടെ നമ്മൾ അതുപോലെ തന്നെ 3 ചെയിനിലായിട്ട് 6 ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിലോട്ട് ചെയിൻ 3 ചെയ്ത് കൊടുക്കുക, ഫ്ലിപ്പ് ചെയ്യുക, വീണ്ടും ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 12 ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് കിട്ടും. സെയിം പ്രോസസ്സ് ആയതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ തന്നെ കാണിക്കുന്നത്. നമുക്ക് R2-ൽ 2 പെറ്റൽസാണ് ഉള്ളത്. അപ്പോൾ 2ാമത്തെ പെറ്റൽ നമുക്കിതുപോലെ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് 2 പെറ്റൽസ് കിട്ടുന്നത്. അപ്പോൾ ഇത് ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് ചെയിൻ 2 ചെയ്യാം. R2-ൽ നമുക്ക് 3 പെറ്റലാണുള്ളത്. ചെയിൻ 2 ചെയ്ത് അടുത്ത റൗണ്ടിലോട്ട് ഇതുപോലെ തന്നെ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ചെയിൻ 3 ചെയ്യുക, 3 ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്യുക, വീണ്ടും ചെയിൻ 3 ചെയ്യുക, അതിൽ ഇൻക്രീസിങ് ആയിട്ട് 6 ഡബിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ നമുക്കിവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ 5 ചെയിൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ആദ്യത്തേൽ നമ്മൾ 3 എണ്ണമായിരുന്നു സ്കിപ്പ് ചെയ്തത്. ഇവിടെ നമ്മൾ 5 ചെയിൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചെയിൻ സ്കിപ്പ് ചെയ്യുന്നതിൽ മാത്രമാണ് നമുക്ക് ഓരോ റൗണ്ടിൽ വ്യത്യാസം വരുന്നത്. പെറ്റൽസ് എല്ലാം ചെയ്യുന്നത് ഒരേപോലെയാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 ചെയിൻ സ്കിപ്പ് ചെയ്യണം. 1 2 3 4 5 5 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 6ാമത്തെ ചെയിനിലാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ബാക്കി എല്ലാ പ്രോസസ്സും സെയിം ആണ് കേട്ടോ. കുറച്ച് കൺഫ്യൂസിങ് ആണ്, പക്ഷെ പയ്യെ നോക്കി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടുമേ. ഈ സ്കിപ്പ് ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ നമുക്ക് തെറ്റ് പറ്റാൻ സാധ്യതയുള്ളൂ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസ് എല്ലാം അറിയാവുന്ന ഒരാൾക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. വേറെ കൺഫ്യൂഷൻസ് ഒന്നും വരത്തില്ല. അപ്പോൾ നമ്മൾ ഒരു പെറ്റൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതുപോലെ ബാക്കിയും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങോട്ടേക്ക് നമുക്കിതുപോലെ തന്നെ ചെയിൻ കൗണ്ട് ചെയ്ത് 5 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു പെറ്റൽ കഴിഞ്ഞു. 2ാമത്തെ പെറ്റൽ ആണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ റൗണ്ടിൽ 3 പെറ്റൽസ് ഉണ്ടാകും കേട്ടോ. ഇതുപോലെ തന്നെ ഓരോ പെറ്റലും നമുക്കിതുപോലെ ചെയ്തെടുക്കാവേ. സെയിം പ്രോസസ്സ് ആയതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അതാണ് ആദ്യത്തെ പെറ്റൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സ്ലോയിൽ കാണിച്ചു തന്നത്. നമുക്ക് കാണുമ്പോൾ നിങ്ങൾക്കും ഡബ് ചെയ്യുമ്പോൾ എനിക്കും ഭയങ്കര മടുപ്പായിരിക്കും. സെയിം പ്രോസസ്സ് തന്നെ വീണ്ടും 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 പറയുമ്പോൾ. അതാണ് ഞാൻ സ്പീഡിലിട്ടേക്കുന്നത്.
ഈ ബാഗ് ഇപ്പോൾ അത്യാവശ്യം നല്ല വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബാഗാണ്. നമുക്ക് കുറേ സാധനങ്ങളൊന്നും ഇതിൽ ക്യാരി ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമ്മുടെ ഡ്രസ്സിൻ്റെ ഒക്കെ കൂടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പീസായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ 2 പെറ്റൽസ് കഴിഞ്ഞു, 3ാമത്തെ പെറ്റൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റൗണ്ടിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 3 പെറ്റൽസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അവസാനത്തെ പെറ്റലും ആഡ് ചെയ്ത് കൊടുക്കാം. സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. ചെയിൻ 1 ചെയ്ത് ചെയിൻ 2 ചെയ്ത് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ. ഇതാണ് 2ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവസ്ഥ. ഇനി നമുക്ക് R3 ചെയ്യാം. R3യിൽ 4 പെറ്റൽസാണുള്ളത്. സെയിം പ്രോസസ്സ് തന്നെയാണ്. ഇവിടെ നമ്മൾ 6 ചെയിൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ 5 ചെയിനായിരുന്നു സ്കിപ്പ് ചെയ്തത്, ഇവിടെ നമ്മൾ 6 ചെയിൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 6 ചെയിൻ സ്കിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് കാണിക്കുന്നില്ല, ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ടിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അടുത്ത റൗണ്ട് ചെയ്യാം. R4ൽ നമുക്ക് 6 പെറ്റലാണുള്ളത്. നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയിൻ 3 ചെയ്ത് നമുക്ക് DCയുടെ ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ 5 ചെയിനാണ് സ്കിപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബാക്കി എല്ലാ പ്രോസസ്സും സെയിം ആണ്. 5 ചെയിൻ മാത്രം സ്കിപ്പ് ചെയ്യുക. നമുക്ക് എത്ര പെറ്റൽസ് കിട്ടുമെന്നുള്ളതും എത്ര ചെയിൻ സ്കിപ്പ് ചെയ്യണം എന്നുള്ളതും മാത്രം നമ്മൾ നോക്കിയാൽ മതി. ബാക്കി എല്ലാം ഒരേപോലത്തെ പ്രോസസ്സ് തന്നെയാണ് ഉള്ളത്. എൻ്റെ 2 ദിവസത്തെ പണിയാണ് ഈ ബാഗ്. ഞാൻ ഓർത്തില്ല ഈ ബാഗ് ചെയ്തു തുടങ്ങുമ്പോൾ ഇത്രയും ലാഗ് അടിച്ച് ഇത്രയും പണിയെടുക്കേണ്ടി വരുമെന്ന് കേട്ടോ. അപ്പോൾ നമ്മളത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പെറ്റൽസ് എല്ലാം കിട്ടി. ഇപ്പോൾ നമ്മുടെ റോസ് ഏകദേശം ഒരു ഫ്ലവറിൻ്റെ അവസ്ഥയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. അങ്ങനെ നമുക്ക് R5ലോട്ട് പോകാം. R5ൽ 7 പെറ്റൽസാണുള്ളത്. ഇവിടെയാണ് ഈ റൗണ്ട് കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. ഈ റൗണ്ടിൽ നമുക്ക് ആദ്യം നമ്മൾ 6 എണ്ണം സ്കിപ്പ് ചെയ്യണം. 6 ചെയിൻ സ്കിപ്പ് ചെയ്യുക. അടുത്തത് ചെയ്യുമ്പോൾ 5 ചെയിൻ സ്കിപ്പ്. അടുത്ത പെറ്റൽ വരുമ്പോൾ 6 എണ്ണം ചെയ്യണം. അത് കഴിയുമ്പോൾ 5 എണ്ണം ചെയ്യണം. അങ്ങനെയാണ് ഇവിടെ സ്കിപ്പ് ചെയ്യേണ്ടത്. ഇതുവരെ നമ്മൾ എല്ലായിടത്തും ഒരേപോലെയായിരുന്നു സ്കിപ്പ് ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ ഇതും നമ്മൾ ഫുള്ള് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് അടുത്ത ലാസ്റ്റത്തെ റോ ചെയ്യാം. 6ാമത്തെ റൗണ്ട് ചെയ്യാം. 6ാമത്തെ റൗണ്ടിൽ 8 പെറ്റലായിരിക്കും ഉണ്ടാകുന്നത്. നമ്മൾ നേരത്തെ ഞാനിപ്പോൾ കാണിച്ചു തന്നില്ലേ, അവിടെയാണ് നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. ഇവിടെ നമുക്ക് 6 ചെയിനാണ് സ്കിപ്പ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് അവസാനത്തെ റൗണ്ട്. 6ാമത്തെ റൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ റോസ് ഏകദേശം പൂർണ്ണ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇതിന് ഈ ഒരു അവസ്ഥയിലോട്ട് ഞാൻ എത്തിച്ചുകൊണ്ട് വന്നത്. അത് നമുക്ക് സെയിം സാധനം തന്നെ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മടുപ്പ് ഫീൽ ചെയ്യും. എനിക്ക് ഫീൽ ചെയ്യും. എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ഈ സെയിം സാധനം തന്നെ കുറച്ചൊക്കെ ചെയ്യുമ്പോൾ ഓക്കെ, പക്ഷേ റിപ്പീറ്റഡായിട്ട് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് എന്താണ്ടും പോലെ തോന്നും. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയിൻ 2 ചെയ്ത് അടുത്ത ചെയിനിൽ ആഡ് ചെയ്ത് കൊടുത്ത് വർക്ക് ഫിനിഷ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റോസ്. ഇങ്ങനെയാണ് നമ്മൾ റോസ് ഇരിക്കുന്നത്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നമുക്ക് ഈ ഇതളുകളൊക്കെ ഒന്നിങ്ങനെ വിരിച്ചൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് ഒരു റോസിൻ്റെ അവസ്ഥയിലോട്ട് ഇതെത്തും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ റോസിൻ്റെ പൂർണ്ണ അവസ്ഥ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ. അത്രയും കഷ്ടപ്പെട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണവേ. ഇതുപോലെ നമുക്കിനി ഒരെണ്ണം കൂടി ചെയ്തെടുക്കാനുണ്ട്.
ഇതിപ്പോൾ ഒരെണ്ണം ഞാൻ ഓൾറെഡി ചെയ്തതാണ് കേട്ടോ, നേരത്തെ ചെയ്ത് വെച്ച റോസാണ്. അപ്പോൾ ഇതുപോലെ 2 പാർട്ട് നമുക്ക് വേണം കേട്ടോ ബാഗ് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതുപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സൈഡെല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആ ഒരു 60 ചെയിൻ ചെയ്തില്ലേ, അത് നമ്മുടെ ബാഗിൻ്റെ ഓപ്പണിംഗ് ആണ് കേട്ടോ. അപ്പോൾ അത് മാത്രം മെയിനിൽ വരുന്ന രീതിയിൽ ബാക്കി പോർഷൻസ് എല്ലാം ഒരുമിച്ച് വെച്ചിട്ട് നമുക്കിതുപോലെ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സ്ലീവ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സിംഗിൾ ക്രോഷ്യ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഇതുപോലെ 2 പാർട്ടിൻ്റെയും ഓരോ സൈഡ് ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് ഒരുമിച്ച് അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ. ആക്ച്വലി നല്ല ഭംഗിയാണ് ഈ ബാഗ് കാണാനായിട്ട്. അപ്പോൾ ഇത്രയും പണിയെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വർത്തായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ എന്താ പറയുക, ഇത്രയും പണിയെടുത്തല്ലോ എന്നുള്ളൊരു സാധനം വരത്തില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫുള്ള് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവസാനത്തെ ചെയിനിൽ നമ്മൾ ഇതുപോലെ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെയിൻ 1 ചെയ്തിട്ട് യാണ് കട്ട് ചെയ്ത് വർക്ക് ഫിനിഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാഗിൻ്റെ ഫുള്ള് വർക്ക് ഇവിടെ വെച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാഗിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഏകദേശം ഇതുപോലെ ഇരിക്കും. എൻ്റെ കയ്യിൽ മറ്റേ ഇവിടെ ഈ ബാഗിൻ്റെ ഓപ്പണിങ്ങിൻ്റെ സൈഡിൽ വെക്കുന്ന ബട്ടൺ ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ബട്ടൺ പിടിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് ബട്ടൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ബട്ടൺ പിടിപ്പിക്കാതെ നമ്മളിനി നേരത്തെ കുറച്ച് യാണ് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ലേ, ആ യാണ് ഇനി നമുക്ക് പേൾസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ യാണിൽ. അപ്പോൾ ഇത് വേറൊരു യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ടതാണ്. ആ ചേച്ചി കാണിച്ചു തന്ന ട്രിക്കാണ്. ഇതുപോലെ യാൺ അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ നൂല് നമ്മുടെ യാണിലോട്ട് ഇതുപോലെ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഏത് സൈസുള്ള മുത്തും നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് കോർത്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ കോർത്തെടുക്കണേ. നമുക്ക് എത്ര നീളം വേണോ അത്രയും നീളത്തിൽ കോർത്തെടുക്കാം. ഞാനിപ്പോൾ ഇത്രയും നീളത്തിൽ കോർത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ബാഗ്. ഇങ്ങനെയാണ് നമ്മുടെ ബാഗിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഇരിക്കുന്നത് കേട്ടോ. നമുക്കിത് അറ്റാച്ച് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് കാണാവേ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാഗിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching.